ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് 3 മാസം കൂടി കാലാവധി. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ കൊല്ലം ജില്ലയിലെ നിർമ്മാണം പൂർത്തീകരിക്കില്ലെന്ന് വിലയിരുത്തൽ. കായംകുളം കൊറ്റുകുളങ്ങര കാവനാട് റീച്ചിലാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള കാലാവധി. കായംകുളം കൊറ്റുകുളങ്ങര കാവനാട് റീച്ചിലാണ് ദേശീയപാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത്. കടവൂർ കല്ലുംതാഴം ശക്തികുളങ്ങര മേഖലകളിൽ നിർമ്മാണം പൂർത്തിയാകാൻ ഏറെ സമയമെടുക്കും. ദേശീയപാതയിൽ കാവനാട് പാലം തുറന്നിട്ടുണ്ടെങ്കിലും ഭാരവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. സെപ്റ്റംബർ 30 വരെയാണ് നിർമ്മാണത്തിനുള്ള കാലാവധി കൂട്ടി നൽകിയിട്ടുള്ളത്. കാവനാട് കടമ്പാട്ടുകോണം റീച്ചിൽ മേവറം, കടവൂർ, കല്ലുംതാഴം, മൈലക്കാട് എന്നിവിടങ്ങളിലെ നിർമ്മാണ കാലതാമസവും മഴയും കണക്കിലെടുത്താണ് കാലാവധി നീട്ടി നൽകിയതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. മൈലക്കാട്, മേവറം, കടവൂർ എന്നിവിടങ്ങളിൽ മേൽപ്പാലത്തിന്റെയും കല്ലുംതാഴത്ത് റെയിൽവേ മേൽപ്പാലത്തിന്റെയും നിർമ്മാണം പൂർത്തിയാകാനുണ്ട്. നീണ്ടകര, കന്നേറ്റി, ചവറ പാലങ്ങളുടെ നിർമ്മാണം പാതി വഴിയിലാണ്. കരുനാഗപ്പള്ളി ടൗണിലെ മേൽപ്പാലം നിർമ്മാണം ഒരു ഭാഗം ഏകദേശം പൂർത്തിയായി. ഈ റീച്ചിലെ അടിപ്പാതകൾ നിർമ്മിച്ചെങ്കിലും റോഡുകളുടെ നിർമ്മാണം ഇഴയുകയാണ്. നീണ്ടകര പാലത്തിന്റെ നിർമ്മാണവും വൈകുന്നു. നിലവിലെ പാലത്തിന് ഇരുവശങ്ങളിലുമായാണ് പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നത്. പാലങ്ങളിലേക്കുള്ള റോഡുകളുടെ പൂർത്തീകരണവും ഏറെ വൈകാനാണ് സാധ്യത. നിർമ്മാണം പൂർത്തിയായ ഭാഗത്ത് കാടും പടലും വളർന്നു നിൽക്കുകയാണ്. മേൽപ്പാത തകർന്ന മൈലക്കാട്ട് തൂണുകളിലുള്ള പാലം നിർമ്മിക്കുന്നതിനുള്ള ചെലവ് കരാർ കമ്പനിയാണ് വഹിക്കുന്നത്. 90 കോടി രൂപയാണ് ചെലവ്. നിലവിലെ അടിപ്പാതയ്ക്ക് പുറമെ 200 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. ഓച്ചിറയിലെ ടോൾ പ്ലാസ നിർമ്മാണം 40% പൂർത്തിയാകാനുണ്ട്. ഓച്ചിറ, ചങ്ങൻകുളങ്ങര, വവ്വാക്കാവ്, പുതിയകാവ് അടിപ്പാത നിർമ്മാണം പൂർത്തിയായി. ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള 13 കിലോമീറ്ററിൽ പ്രധാന റോഡിന്റെ നിർമ്മാണം 75% പൂർത്തിയായി. സർവീസ് റോഡുകളുടെ നിർമ്മാണവും 80% മാത്രമാണ് പൂർത്തിയായത്. അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കി താൽക്കാലികമായി ഗതാഗതം ആരംഭിച്ചിരുന്നു. റോഡ് നിർമ്മാണത്തിന് മണ്ണ് ലഭിക്കാത്തതാണ് പ്രധാന തടസ്സം. കായംകുളം ദേവികുളങ്ങര പഞ്ചായത്തിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. ഓച്ചിറ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെ മാറ്റി സ്ഥാപിക്കുന്നത് അന്തിമഘട്ടത്തിലാണ്. കിഴക്ക് ഭാഗത്തു നിന്നെത്തുന്ന വെള്ളം ദേശീയപാത കടന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാൻ സൗകര്യമില്ല. ഇതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെ ദേശീയപാതയുടെ നിർമ്മാണം 6 മാസമായി ഇഴയുകയാണ്. മിക്ക സർവീസ് റോഡുകളും തകർന്നു കിടക്കുന്നു. സർവീസ് റോഡ് വൺ വേ എന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതരുടെ വിശദീകരണം. ഭൂരിഭാഗം മേഖലകളിലും സർവീസ് റോഡ് 2 വരിയാണ്. നിലവിൽ ഇരുവശങ്ങളിലൂടെ വാഹനങ്ങൾ ഓടുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സർവീസ് റോഡിലൂടെ ഒരു വശത്തേക്ക് മാത്രമേ ഗതാഗതം അനുവദിക്കുകയുള്ളൂ. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി മുതൽ കന്നേറ്റി പാലം വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. ദിവസവും രാവിലെയും വൈകിട്ടും മണിക്കൂറുകളോളം സർവീസ് റോഡിൽ ഗതാഗത കുരുക്കാണ്. സർവീസ് റോഡിലാകട്ടെ കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ ആദ്യഘട്ടം ടൗണിൽ 1.15 കിലോമീറ്റർ മേൽപ്പാലം 2 സ്പാനുകളായാണ് നിർമ്മിക്കുന്നത്. ഇതിൽ പടിഞ്ഞാറ് ഭാഗം ഭാഗികമായി പൂർത്തിയായി. കിഴക്കു ഭാഗത്തെ ബീമുകളുടെ നിർമ്മാണം നടക്കുന്നു. മേൽപ്പാലത്തിന്റെ നീളം വടക്കു ഭാഗത്തേക്ക് 15 മീറ്റർ വർദ്ധിപ്പിച്ചു. ഇതോടെ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ 1.30 കിലോമീറ്റർ മേൽപ്പാലം നിർമ്മിക്കണം. 6 മാസം കഴിഞ്ഞിട്ടും ദേശീയപാതയിലെ സുരക്ഷാ ഓഡിറ്റും പൂർത്തിയായിട്ടില്ല. എന്തായാലും നിർമ്മാണ പ്രവർത്തനം അനിശ്ചിതമായി നീളാൻ തന്നെയാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.